ആഴ്ച ഞാൻ നിൽക്കണത് എന്റെ വെല്ലുമിച്ചിയുടെ വീട്ടിലാണ്ടാ. ഇത് ഇവിടെ നിരത്തി വെച്ചേക്കണണ്ട. ഇത് തെണ്ടെന്ന് പറയൂ കേട്ടാ. ഇപ്പൊ കാളികുളങ്ങര അമ്പലത്തില് ഉത്സവമൊക്കെയാണ്. ഇനിയിപ്പോ 3 ദിവസം കൂടി ഉള്ളൂ. അവിടെ വിൽക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണ തെണ്ടുകളാണ്. ഇത് വെന്തതിന് ശേഷം നമ്മൾ അവിടെ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ അവിടെ സെയിൽ ചെയ്യണത് കേട്ടോ. ഇത് മേക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ കുറെ പാളകൾ നമ്മളിങ്ങനെ ശേഖരിക്കണം. അത് ഏകദേശം ഇങ്ങനത്തെ വീപ്പയില് ഇങ്ങനെ കുറെ വെള്ളം നിറച്ചിട്ട് അത്യാവശ്യം ഇത് വെള്ളം കുടിച്ച് അത്യാവശ്യം ഇപ്പൊ ഉണക്കപ്പാളയാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടൊന്നും മടക്കാനൊന്നും പറ്റുന്നില്ല. നല്ലോണം വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം കുതിർന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് അത് വളയ്ക്കാൻ പറ്റും. ഇപ്പൊ അതേ ചെയ്യണണ്ട. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് കെട്ടാൻ പാകത്തിന് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചെടുക്കണ്ട. അങ്ങനെ ആ ഒരു പീസ് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു വലിയ ചെമ്പില് ഇതിന് വേണ്ട മാവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ കണ്ട. കട്ട് ചെയ്ത് പീസാക്കി മാറ്റി വെച്ച് ഈ വള്ളി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇതാക്കി വെക്കും. അത് ഇങ്ങനെ കെട്ടി വെക്കും. ഇതെല്ലാം ആ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ബോക്സ് ഷേപ്പിലൊരു മൺകൂന എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിരത്തി പിടിച്ച് ഏകദേശം ഒരു 60-65 തെണ്ട് നമ്മിങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ തീയിട്ട് കത്തിക്കും. ഏകദേശം നീ ഇരിക്കണണ്ട കണ്ട നീളത്തിൽ ഇങ്ങനെ നിരത്തി ഓട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓടിന്റെ ഭാഗങ്ങൾ കണ്ട ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുക. ഇതിങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കും. അതൊരു 60-65 പീസ് ഉണ്ടാവും. അതിന്റെ മേലെ ഈ വിറകളൊക്കെ കൂട്ടി വെച്ചിട്ട് കത്തിക്കും. കപ്പലണ്ടി ചൂടാക്കണം കണ്ടിട്ടില്ല. അപ്പൊ ഏകദേശം ആ ഒരു സെറ്റപ്പാണ്. അത് മണ്ണ് ചൂടായിട്ട് ആ മണ്ണിന്റെ ചൂടിലാണ് ഇത് വേവണത്. അപ്പോൾ കുറെ നേരം വെന്തെടുത്തതിന് ശേഷം അപ്പോഴും കുറച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുക. അത് നല്ല കല്ലായിട്ടുണ്ടാവില്ല. കുറച്ച് നേരം അതിങ്ങനെ സെറ്റ് ആവാനായിട്ട് വെക്കും വെന്തതിന് ശേഷം. അതിന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു സംഭവം. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ചുട്ടിട്ടില്ല, അത് കെട്ടി വെച്ചിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ എല്ലാം സെയിലിന് വെച്ചേക്കണേണിത്. ഇത് സെയിലാക്കാനായിട്ടാണ്. ഇത് ബാച്ചായിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കും. ഇന്നത്തെ ദിവസത്തെ നാളത്തെ അങ്ങനെ എന്നിട്ട് ഓരോ പ്രാവശ്യം അത് വിൽക്കാനായിട്ട് മാമ ഇത് കെട്ടിക്കൊണ്ടിരിക്കണ്ട ചാക്കിലാക്കി. 3 ദിവസം ഉള്ളല്ലേ? 13-ാം തീയതി കഴിയുമല്ലോ മാമ? ആ ഏത് ഗൈസ് ഇപ്പൊ ഒരു പാളിലിത് ഇട്ട് വെക്കണ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. ഇതിങ്ങനെ പാളയിലെടുത്ത് നല്ലോണം സ്പ്രെഡ് ആക്കിയിട്ട് ഗൈസ് ഇങ്ങനെ തെണ്ട് കെട്ടണത്. ആദ്യം 2 അറ്റം കെട്ടിയതിന് ശേഷം നടു കെട്ടിയെടുക്കും.